ഏവർക്കും സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം. LDC ഫൈനൽ റിവിഷൻ 12ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഊർജ്ജത്തെക്കുറിച്ചും ഊർജ്ജ മാറ്റങ്ങളെക്കുറിച്ചുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സും പഠിക്കുന്നുണ്ട്. ലാസ്റ്റ് റിവിഷനുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ റിവിഷനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്ത ആൾക്കാർ ആ ക്ലാസ് കണ്ടിട്ട് ഈ ക്ലാസ് കാണുക. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം കുറച്ച് ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സ് നമ്മൾ സ്പീഡിന് പറയുന്നു നിങ്ങൾക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ചോദ്യമാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യമാണ് ഈ ക്ലാസ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിട്ട് ഈ ക്ലാസ് കാണുക, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ LDC ഓൺലൈൻ ബാച്ച് ഉണ്ടെങ്കിൽ, ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമുക്കിനി ശനിയാഴ്ച ക്ലാസ് ഉള്ളൂ, കാരണം അവധിയായതുകൊണ്ട് ശനിയാഴ്ച ക്ലാസ് ഉള്ളൂ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായാലും ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കുറച്ച് കറണ്ട് അഫയേഴ്സാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്, അല്ലാതെ പെട്ടെന്ന് സ്പീഡിന് പറഞ്ഞ് പോകണില്ല കേട്ടോ. അപ്പോൾ അത് കിട്ടാത്ത ആൾക്കാർ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കണ്ടാലേ അത് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവന്മാരത് പഠിച്ചില്ലെന്ന് എനിക്ക് അറിയണ്ടേ മിസ്റ്റർ അതുൽ? ഓക്കെ, അതാണ് ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം പെട്ടെന്ന് പോകുന്നത്. ഓക്കെ, ചോദിക്കാമല്ലോ? ശരി, ഓക്കെ. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോയിലുണ്ട്, 11ാമത്തെ വീഡിയോ കണ്ടു നോക്കിയാൽ. ഇന്ത്യയിൽ ആദ്യമായി ഹിന്ദിയിൽ MBBS കോഴ്സ് ആരംഭിച്ച സംസ്ഥാനങ്ങൾ? മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്. മിടുക്കൻ. ഓക്കെ എടാ, ഈ കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിന്ദി അധ്യയനമാക്കുന്നതിനെ എതിർത്ത് പ്രമേയം പാസ്സാക്കിയത്? തമിഴ്നാട്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല? കൊല്ലം. ഏത് ക്യാമ്പയിൻ? ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്? കുളത്തൂപ്പുഴ. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഗ്യാസിഫിക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള വളം പ്ലാന്റ്? തലച്ചറല്ല, തലച്ചറാണ്. തലച്ചർ. ഓക്കെ. ഇന്ത്യയിൽ ആദ്യത്തെ അലുമിനിയം ചരക്ക് റേക്കുകളുടെ ഉദ്ഘാടനം നടന്ന റെയിൽവേ സ്റ്റേഷൻ? ഭുവനേശ്വർ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ടെക്നോളജി ഇൻക്യുബേഷൻ സൗകര്യം ആരംഭിച്ച സ്ഥലം? കോടതി വിധികൾ പ്രാദേശിക ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹൈക്കോടതി? കേരള ഹൈക്കോടതി. ഓക്കെ. കേരളത്തിൻ്റെ പ്രാദേശിക ഭാഷ ഏതാണ്? മലയാളം. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള രാജ്യം ഏതാണ്? പാപ്പുവ ന്യൂഗിനിയ. എല്ലാം പഠിച്ചിരിക്കുകയാണ്. ഓക്കെ, കറക്റ്റാണ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള ജില്ല ചോദിച്ചാൽ കാസർഗോഡ്, സംസ്ഥാനം ചോദിച്ചാൽ അരുണാചൽ പ്രദേശ്, രാജ്യം ചോദിച്ചാൽ പാപ്പുവ ന്യൂഗിനിയ. എങ്ങനെ പറയാം? പാപ്പുവ ന്യൂഗിനിയ ഏത് സമുദ്രത്തിലാണ്? അതൊരു ദ്വീപരാഷ്ട്രമാണ്, പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രത്തിലെ ദ്വീപരാഷ്ട്രമാണ് ഏത്? പാപ്പുവ ന്യൂഗിനിയ. അവിടെ 800-ലധികം ഭാഷകൾ സംസാരിക്കുന്നതാണ് തോന്നുന്നത്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് തന്നെ 10 പേര് സംസാരിക്കുന്ന ഒരു ഭാഷയായിരിക്കും അവിടുത്തെ. കൂടുതലും ഗോത്രങ്ങളാണ്. കുറേ ദ്വീപുകൾ ചേർന്നിട്ടുള്ള രാഷ്ട്രമാണ് അത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ ദ്വീപുകളിലൊക്കെ ഓരോ ഭാഷകളൊക്കെ ആയിരിക്കും. നമ്മൾ തന്നെ പല സ്ലാങ് അല്ലേ? നമ്മൾ തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന സ്ലാങ് അല്ല ഈ അങ്ങോട്ട് പോകുമ്പോൾ സംസാരിക്കുന്നത്. ഓക്കെ, കോഴിക്കോട്, കാസർഗോഡ്, അങ്ങനെ തൃശ്ശൂർ, ഓരോരുത്തരോരോ സ്ലാങ് അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ച ഉത്തരങ്ങൾ പറയുക. ഇന്ത്യ ഗവൺമെൻറ് അംഗീകാരം നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ കം സസ്പെൻഷൻ ബ്രിഡ്ജ് ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേബിൾ കം സസ്പെൻഷൻ ബ്രിഡ്ജ് ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ചോദ്യം. വടക്കിഴക്കൻ സംസ്ഥാനം അല്ല. കർണാടക, ആന്ധ്രാപ്രദേശ്. ഇത് താങ്കൾ എന്താണ് പറയണമെന്നുള്ള പിടിയുണ്ട്. ഓക്കെ, അല്ല. ഈ സംസ്ഥാനം തമ്മിൽ നല്ല ബന്ധമുണ്ട്. അല്ല, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. മുമ്പ് ഒന്നായിരുന്നു, ഇപ്പോൾ 2ആയി. തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആ ചോദ്യം മറക്കേണ്ട പോലെ കേബിൾ കം സസ്പെൻഷൻ ബ്രിഡ്ജ് കേബിൾ കം സസ്പെൻഷൻ ബ്രിഡ്ജ് ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യത്തെ കേബിൾ കം സസ്പെൻഷൻ ബ്രിഡ്ജ് ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് തെലുങ്കാനയും ആന്ധ്രാപ്രദേശ്. ഓക്കെ. ഇന്ത്യയിൽ ആദ്യത്തെ നെറ്റ് സീറോ എനർജി കമ്മ്യൂണിറ്റിയായി മാറിയ ഗ്രാമം ഏതാണ്? നെറ്റ് സീറോ എനർജി കമ്മ്യൂണിറ്റിയായി മാറിയ രാജ്യമല്ല, ഗ്രാമം. മോയ് തുടങ്ങി രാവിലെ തീരും. മൊതേര. എങ്ങനെയാ? മൊതേര എവിടെയെന്ന് അറിയാവോ? മൊതേര ഗുജറാത്ത്. ഗുജറാത്തിലെ മൊതേരയാണ് നെറ്റ് സീറോ എനർജി കമ്മ്യൂണിറ്റിയായി മാറിയ ഗ്രാമം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യം നെറ്റ് സീറോ എനർജി കമ്മ്യൂണിറ്റിയായി മാറിയ രാജ്യം ഏതടാ? രാജ്യമല്ല, ഗ്രാമം ഏതടാ? മൊതേര. ഇന്ന് രാജ്യമാണ് വായിക്കറിയിക്കുന്നത് കേട്ടാ. മൊതേര ഗുജറാത്ത്. ഓക്കെ. അടുത്ത, വടക്കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ മത്സ്യ മ്യൂസിയം നിലവിലുന്ന സംസ്ഥാനം ഏതാണ്? മത്സ്യ മ്യൂസിയം മേഘാലയ അല്ല.
മത്സ്യ മ്യൂസിയം. മിസോറാം അല്ല. ത്രിപുരയല്ല. സിക്കിം അല്ല. ആസാമല്ല. അരുണാചൽ പ്രദേശ്. എന്തൊരു ബ്രില്യന്റ് ബോയ്ഡാ. അരുണാചൽ പ്രദേശ്. ഓക്കെ. എടാ, വടകിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ മത്സ്യ മ്യൂസിയം എവിടെയാണ്? അരുണാചൽ പ്രദേശാണ് കേട്ടോ. മത്സ്യ മ്യൂസിയം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിലെ ടാറിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ടാറിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്ത് സ്ഥാപിതമായത്. ഈ മത്സ്യത്തെ അവിടെ നീ പറഞ്ഞ മത്സ്യത്തെ കുറിച്ചുള്ള പഠനം എന്താ? ഇക്തിയോളജി. മത്സ്യത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഇക്തിയോളജി. പഠിക്കാൻ എളുപ്പമാണ്. മത്തി ഒരു മത്സ്യമല്ലേ? മത്തി. ഇക്തിയോളജി. എന്താണ് ഇക്തിയോളജി? മത്സ്യത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഇക്തിയോളജി. ശാസ്ത്രീയമായി മത്സ്യം വളർത്തുന്നതിന് എന്ത് പറയും? പിസികൾച്ചർ. മത്സ്യം വളർത്തുന്നതിനെ പറയുന്ന പേരാണ് പിസികൾച്ചർ. എന്നാലും ഞാൻ പറയുന്നത് പിസികൾച്ചർ. ഓക്കെ. കടൽ മത്സ്യമാകുമ്പോൾ മാരികൾച്ചർ. കടൽ മത്സ്യമാകുമ്പോൾ മാരികൾച്ചർ കേട്ടോ. ഓക്കെ. ഏറ്റവും വലിയ മത്സ്യം എന്നറിയോ? ഏറ്റവും വലിയ മത്സ്യം സ്രാവല്ല, തിമിംഗല സ്രാവാണ്. എന്തുകൊണ്ടാണ് തിമിംഗല മത്സ്യമല്ലാത്തത്? തിമിംഗലം ഒരു സസ്തനിയാണ്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന സസ്തനിയാണ് ഏത്? തിമിംഗലം. മനസ്സിലായ? പക്ഷേ തിമിംഗല സ്രാവ് എന്തല്ല? സസ്തനിയല്ല. തിമിംഗല സ്രാവ് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഒരു ജീവിയാണ് ഏത്? തിമിംഗല സ്രാവ്. അതുകൊണ്ട് ഏറ്റവും വലിയ മത്സ്യം ഏതിട്ട് നമുക്ക് ഏത് പറയാം? തിമിംഗല സ്രാവ് പറയാം. വടക്കിഴക്കൻ ഇന്ത്യയിൽ ആദ്യത്തെ മത്സ്യ മ്യൂസിയം ചോദിച്ചാൽ ഏത് പറയാം? അരുണാചൽ പ്രദേശ് പറയാം. മൈക്ക് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. അല്ല, അരുണാചൽ പ്രദേശ് എന്ന് പറയാം. അരുണാചൽ പ്രദേശ് ഏത് സ്ഥലമാടാ? ടാറിൻ. ഏതാണ്? ടാറിൻ. ഓക്കെ. മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ആദ്യത്തെ അവതാരം ഏതാണ്? മത്സ്യാവതാരമാണ് കേട്ടോ. ഓക്കെ. അടുത്ത, ഉത്തരേന്ത്യയിലെ ആദ്യ ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് എവിടെ? ഡാറ്റാ സെന്റർ ഒരു നഗരമാണ്. നഗരം. ഈ നഗരത്തിൽ ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ വേറെ ചോദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. നഗരമായിട്ട് ബന്ധപ്പെട്ട. ഓക്കെ. ആദ്യത്തെ വേദിക് പാർക്ക് അവിടെയാണ്. വേദിക് പാർക്ക്. നോയിഡ കേട്ടോ. നോയിഡ. അപ്പോൾ ആദ്യം ഡാറ്റാ സെന്റർ എവിടെയാണ്? ഡാറ്റാ സെന്റർ നോയിഡ. ഡേറ്റയാണോ ഡാറ്റയാണോ? ഡാറ്റയാണ്. ഡാറ്റ. ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് എവിടെയാണ് പിള്ളേരെ? നോയിഡ. ഏത് നോയിഡ? ഗ്രേറ്റർ നോയിഡ. ഏതാണ്? ഗ്രേറ്റർ നോയിഡ. എവിടെയാണ് പിള്ളേരെ? യു പി ഉത്തർപ്രദേശ് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് പഠിച്ചല്ലോ. അപ്പോൾ നമ്മൾ വേദിക് പാർക്ക് പറഞ്ഞു, എവിടെയാണ്? നോയിഡയാണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ വേദ ഘടികാരം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ തന്നെ. എവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ വേദ ഘടികാരം നിലയിൽ വരുന്നത്? എവിടെയാണ്? അലഹബാദില്ല. പണ്ടൊരു പാട്ടൊക്കെ ഉണ്ട്. പണ്ടത്തെ ഒരു ഗായിക എന്നൊക്കെ. ഉജ്ജയിനി. ആ പാട്ടൊന്ന് പാടിയേ. ഉജ്ജയിനിയിലെ ഗായിക എന്നൊരു അങ്ങനെ പാട്ടില്ലേടാ? ഉജ്ജയിനിയിലെ ഗായിക. എടാ ഉജ്ജയിൻ. ഉർവശി എന്നൊരു മാളവിക. അടുത്തത് പോട്ട്. മൈക്കടത്തരാടാ. പാറാടാ. രണ്ട് ഉജ്ജയിൻ. കൊള്ള കേട്ടോ. നിങ്ങൾ സകലകല വല്ലവരാണ് കേട്ടോ. ഉജ്ജയിനി. അപ്പൊ ലോകത്തിൽ ആദ്യത്തെ വേദ ഘടികാരം നിലയിൽ വരുന്നത് എന്ത് ഘടികാരം? വേദ ഘടികാരം ഉജ്ജയിനി. വേദിക് പാർക്ക് എവിടെ? വേദിക് പാർക്ക് വളരെ നോയിഡയിലാണ്. നോയിഡ. അപ്പോൾ ഇത് ഉജ്ജയിനിയാണ്. ഉജ്ജയിനി. അടുത്ത്, ലൈഫ് സയൻസ് ഡാറ്റയ്ക്കുള്ള ഇന്ത്യയുടെ ആദ്യ ശേഖരമായ ഇന്ത്യൻ ബയോളജിക്കൽ ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ലൈഫ് സയൻസ് ഡാറ്റയ്ക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ശേഖരമായ ഇന്ത്യൻ ബയോളജിക്കൽ ഡാറ്റാ സെന്റർ. എവിടെ നിന്നുള്ള ചോദ്യം. ഫലത്തിന്റെ ഭായി തുടങ്ങി ദായിൽ അവസാനിക്കും. ദീയിൽ അവസാനിക്കും. ഹരിയാനയിലെ സ്ഥലമാണ് ഫരീദാബാദ്. എൻ്റെ ഒരു ടൂറിസ്റ്റ് ഗൈഡ് തന്നെ എല്ലാവരും. ഫരീദാബാദ് എവിടെയാണുള്ളത്? ഫരീദാബാദ് എവിടെയാണ്? ഹരിയാന. ഫരീദാബാദ് ഹരിയാന. അവിടെ ബയോളജിക്കൽ ഡാറ്റാ സെന്റർ എവിടാ? പറ. ഫരീദാബാദ് ഹരിയാന. ഉത്തരേന്ത്യയിൽ അതിലെ ഡാറ്റാ സെന്റർ എവിടാ? അത് ഗ്രേറ്റർ നോയിഡ. എവിടെയാണ്? ഗ്രേറ്റർ നോയിഡ. കറണ്ട് അഫയേഴ്സ് നല്ലത് പഠിക്കുക കേട്ടോ. ഓക്കെ. ഇനി 3 ക്വസ്റ്റ്യനും കൂടാ. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലയിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലയിൽ വരുന്നത് എവിടെയാണ്? ഒരു ക്ലൂ തരാം. ഒരു സിനിമയിലെ ഒരു പാട്ട്. ഒരു സിനിമ ഞാൻ പറഞ്ഞു. ആ സിനിമയിലെ ഒരു പാട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞു. ഓക്കെ. കണ്ടുപിടിക്കാൻ നോക്കാം. ഒരു വടക്കൻ സെൽഫിയിലെ ഒരു പാട്ടുണ്ട്. വടക്കൻ സെൽഫി. നിവിൻ പോളിയുടെ. ചെന്നൈ. പാട്ട് ഏതാണ്? ചെന്നൈ പട്ടണം. ബ്രില്യൻ്റ് പോയടാ. ഓക്കെ. ചെന്നൈ ആണ്. ചെന്നൈ. ആ സിനിമ ആ പാട്ട് ഓർമ്മയില്ലേ? ചെന്നൈ പട്ടണം എനിക്കും ചുറ്റണം.
എനിക്കും കിട്ടണം പേരും പണവും. ഓക്കെ, ശരി, അത് തന്നെ. ഇന്ത്യയിൽ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് ചെന്നൈ. എവിടെ? ചെന്നൈ. ഓക്കെ. അടുത്ത്, ലോകത്തിലാദ്യമായി മൃഗ വാക്സിനുകൾ ഡ്രോൺ ഉപയോഗിച്ച് വിതരണം ചെയ്ത സംസ്ഥാനം ഏതാണ്? മൃഗങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള വാക്സിനുകൾ ഡ്രോൺ ഉപയോഗിച്ച് വിതരണം ചെയ്ത സംസ്ഥാനം ഏതാണ്? അല്ല, അതൊരു വടക്കിഴക്കൻ സംസ്ഥാനമാണ്. വടക്കിഴക്ക് എന്ന് പറഞ്ഞാൽ അതിൽ സേഫാണ് കേട്ടാ. വടക്കിഴക്കൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് കേട്ടാ. ഓക്കെ. അപ്പൊ ഇന്ത്യയിൽ ലോകത്തിലാദ്യമായി മൃഗങ്ങൾക്കുള്ള വാക്സിനുകൾ എങ്ങനെ വിതരണം ചെയ്ത ഡ്രോൺ ഉപയോഗിച്ച് വിതരണം ചെയ്ത സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. അത് പിള്ളേരെ അരുണാചൽ പ്രദേശ്. ഓക്കെ. അടുത്ത്, നോർത്ത് ഈസ്റ്റിലെ, അതായത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യത്തെ യുനാനി മെഡിസിൻ റീജിയണൽ സെന്റർ എവിടെയാണ്? യുനാനി മെഡിസിൻ റീജിയണൽ സെന്റർ ഏതാണ്? അതിലെ ഇവിടെ തേഞ്ഞ കേട്ടോ. അല്ല, അസം. ഒന്നിപ്പോയ. ഓക്കെ, മിടുക്കൻ. അസം. അപ്പൊ നോർത്ത് ഈസ്റ്റിലെ ആദ്യത്തെ യുനാനി മെഡിസിൻ റീജിയണൽ സെന്റർ എവിടെയാണ് പിള്ളേരെ? അസം. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ കറണ്ട് ചോദ്യങ്ങൾ. നമുക്ക് ഒന്നുകൂടെ നോക്കാവേ. ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരം നൽകിയ ഇന്ത്യയിൽ ആദ്യത്തെ കേബിൾ കം സസ്പെൻഷൻ ബ്രിഡ്ജ്? തെലങ്കാന, ആന്ധ്രാപ്രദേശ്. ഓക്കെ. ഇന്ത്യയിൽ ആദ്യത്തെ നെറ്റ് സീറോ എനർജി കമ്മ്യൂണിറ്റിയായി മാറിയ ഗ്രാമം? മൊതേര, ഗുജറാത്ത്. വടക്കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ മത്സ്യ മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനം? ടാറിൻ, അരുണാചൽ പ്രദേശ്. ഉത്തരേന്ത്യയിൽ ആദ്യത്തെ ഡാറ്റാ സെന്റർ നിലയിൽ വന്നത്? ഗ്രേറ്റർ നോയിഡ, യു പി. ലോകത്തിലാദ്യ വേദ ഘടികാരം നിലയിൽ വരുന്നത്? ഉജ്ജയിനി. ലൈഫ് സയൻസ് ഡാറ്റയ്ക്കുള്ള ഇന്ത്യയുടെ ആദ്യ ശേഖരമായ ഇന്ത്യൻ ബയോളജിക്കൽ ഡാറ്റാ സെന്റർ നിലയിൽ വരുന്നത്? ഫരീദാബാദ്, ഹരിയാന. ഇന്ത്യയിൽ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലവിൽ വരുന്നത്? ചെന്നൈ. മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് എവിടെയാണ് പിള്ളേരെ? ചെന്നൈ. ലോകത്തിലാദ്യമായി മൃഗ വാക്സിനുകൾ ഡ്രോൺ ഉപയോഗിച്ച് വിതരണം ചെയ്ത സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ്. നോർത്ത് ഈസ്റ്റിലെ ആദ്യത്തെ യുനാനി മെഡിസിൻ റീജിയണൽ സെന്റർ ഏതാണ്? ആസാം. ഓക്കെ, ശരി. ചോദിക്കാമോ? ഓക്കെ, പോസിറ്റോടാ. ഒരു വെറൈറ്റി പിടിക്കാം. ഞാൻ ഉത്തരം, നിങ്ങൾ ചോദ്യം പറയും. ഓക്കെ. ആന്ധ്രാപ്രദേശ്, തെലങ്കാന. കേബിൾ കം സസ്പെൻഷൻ ബ്രിഡ്ജ് ബന്ധിക്കുന്ന സംസ്ഥാനങ്ങൾ. മൊതേര, ഗുജറാത്ത്. നെറ്റ് സീറോ എനർജി കമ്മ്യൂണിറ്റി ഗ്രാമം. ഓക്കെ. സുബിനെ, അരുണാചൽ പ്രദേശിലെ ടാറിൻ. വടക്കിഴക്ക് ഇന്ത്യയിൽ ആദ്യ മത്സ്യ മ്യൂസിയം. ഓക്കെ. അവിടെ ഗ്രേറ്റർ നോയിഡ. എവിടത്തെ? വടക്കിഴക്ക്, ഉത്തർപ്രദേശ് വടക്കിഴക്ക്. എറിഞ്ഞ് കൊല്ലിയെ. ഇന്ത്യയിൽ ആദ്യത്തതാ? ലോകത്തില്ലത്. ഉത്തരേന്ത്യയില. ഓക്കെ. ഉജ്ജയിനി പറ. എവിടത്താ? ഇന്ത്യയിലെ ലോകത്തിലെ ആദ്യ വേദ ഘടികാരം. ഓക്കെ. ഫരീദാബാദ് പറയടാ. ഫരീദാബാദ്, ഹരിയാന. ലൈഫ് സയൻസ് ഡാറ്റയ്ക്കുള്ള ബയോളജിക്കൽ പാർക്ക്. ഡേറ്റ കണക്ഷൻ. ബയോളജിക്കൽ ഡേറ്റാ സെന്റർ. ഓക്കെ. ചെന്നൈ പറ. മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക്. ഓക്കെ. സുവിനെ, വീണ്ടും അരുണാചൽ പ്രദേശ്. മൃഗ വാക്സിൻ ഡ്രോൺ വഴി വിതരണം ചെയ്ത ലോകത്തിലെ ആദ്യ സംസ്ഥാനം. ഓക്കെ. ആസാം പറ. യുനാനി മെഡിസിൻ റീജിയണൽ സെന്റർ കേട്ടോ. യുനാനി മെഡിസിൻ റീജിയണൽ സെന്റർ, ആസാം. ഓക്കെ. പിള്ളേരെ പഠിക്കുക. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡെയിലി ഡിസ്കസ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് ഒക്കെ എഴുതി തന്നെ പഠിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ബാക്കി ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പോവാം. സുനെ പോസിറ്റോ. ഒരു ചോദ്യത്തിലൂടെ നമ്മൾ കടന്നു പോകാൻ പോവുകയാണ്. ഓക്കെ. ദ്രവ്യവും ഊർജവും എന്തൊക്കെയാണ്? ദ്രവ്യവും ഊർജവും. ദ്രവ്യം എന്ന് വെച്ചാൽ എന്താണ്? മാറ്റർ. ദ്രവ്യവും ഊർജവും എന്ന് വെച്ചാൽ എനർജി. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പൊ ദ്രവ്യവും ഊർജവും എന്തൊക്കെയാ വളരെ? ഇത് പ്രീവിയസ് ചോദ്യമാണ്. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓക്കെ. ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ച വർഷം അറിയോ? 700 തെറ്റ്. 800 തെറ്റ്. 800 ശരി തന്നെ. 1879. 1879 ആര് ജനിക്കുന്നത്?
ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിക്കുന്നത്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ച വർഷം എത്രയാണ്? 1879. ഞാനൊരു ഇദ്ദേഹം എത്ര വർഷം ജീവിച്ചിരുന്നതെന്ന് പറയാം. നിങ്ങൾ ഇദ്ദേഹം മരിച്ച വർഷം കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എത്ര ബുദ്ധിയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇദ്ദേഹം 76 വർഷം ജീവിച്ചിരുന്നു. 1957. 57 76 വർഷം. 55 റൈറ്റ് ആണ്. നിങ്ങൾ വിളിച്ച 55. ഓക്കെ, ആദ്യം നീ ആദ്യം വിളിച്ചാൽ നീ പറയാത്തത് തന്നെ. 1955 മനസ്സിലായില്ലടാ. 79. അപ്പം 79 100 നോക്കിയത് അവിടെ 21. പിന്നെ 85 കൂട്ടിയാൽ മതി. അപ്പം എത്ര? മറ്റേ ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞത് 76 വർഷം. അതായത് 1879 ജനിക്കുകയും 1955 എന്ത് ചെയ്തു? മരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. നമുക്കറിയാം ആരാണ് ഫിസിക്സിൻ്റെ പിതാവ്? ഫാദർ ഓഫ് ഫിസിക്സ്, അതായത് ഊർജ്ജതന്ത്രത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ഒരു ക്ലൂ വരാം. ആദ്യത്തെ പേര് ഐസക് എന്നാണ്. ഐസക് ന്യൂട്ടൺ. ഈ ഫിസിക്സിന്റെ പിതാവ് ഐസക് ന്യൂട്ടൺ ആണ്. ഫിസിക്സിന്റെ പിതാവ് ആരുടെ? ഐസക് ന്യൂട്ടൺ ആണ്. എന്നാൽ നമുക്ക് ഇങ്ങനെ ചോദിക്കണം, ആധുനിക ഫിസിക്സ് അല്ലെങ്കിൽ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പോൾ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ആരെയാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ നൊബേൽ കിട്ടിയിട്ടുണ്ടോ? നൊബേൽ കിട്ടിയിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ നൊബേൽ കിട്ടിയിട്ടുണ്ട്. ഏത് വർഷം കിട്ടിയിട്ടുണ്ട്? 5 തെറ്റ്. 15 തെറ്റ്. 11 തെറ്റ്. 55 തെറ്റ്. കിട്ടിയിട്ടുണ്ട്. ആ റിഫ്ലക്ഷൻ കൂടെ ഉണ്ടോ നോക്കാം. ആ വർഷമാണ് ചൗരി ചൗര സംഭവം നടന്നത്. 1922 എന്ത് കിട്ടിയത്? 1922 ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത്. ആർക്ക് കിട്ടിയത്? ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പൊ ജനിച്ച വർഷം മറക്കണ്ട, 879. മരിച്ച 1955. 1922 എന്ത് കിട്ടുകയാണ്? നൊബേൽ കിട്ടി. ദ്രവ്യവും ഊർജ്ജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു? സ്ഥിരീകരിച്ചു. ഓക്കെ, ശരി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ഊർജ്ജ സമവാക്യമുണ്ട്. ഏതാണ്? നമുക്ക് ഒരുപാട് ചോദിച്ചിട്ട് E=mc² എന്ന ഊർജ്ജ സമവാക്യം രൂപീകരിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. E=mc² എന്ന ഊർജ്ജ സമവാക്യം രൂപീകരിച്ച ആരാണ്? പിള്ളേരെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ച വർഷം അറിയോ? 5. അത് 1905 ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. ആപേക്ഷിക സിദ്ധാന്തം കേട്ടോ, നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയും തിയറി ഓഫ് റിലേറ്റിവിറ്റി. ആപേക്ഷിക സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ച വർഷം ഏതാണ്? 1905. അപ്പോൾ 1905 100ാം വാർഷികം വരുന്ന ഏത് വർഷമാണ്? 2005. അപ്പോൾ ആ 2005 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ഫിസിക്സ് വർഷം. അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷം ഏതാണ്? 2005. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ്? 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ത് അവതരിപ്പിക്കുന്നത്? ആപേക്ഷികത സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. ലോ ഓഫ് തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 2005 നമ്മൾ എന്തിട്ട് ആചരിക്കുന്നു? ഫിസിക്സ് വർഷമായിട്ട് ആചരിക്കുന്നു. ഈ ഊർജം എന്ന പദം ആദ്യം ഉപയോഗിച്ചാരോ? തോമസ് യങ് ആണ്. തോമസ് യങ് എന്ന് പറയുന്ന ശാസ്ത്രമാണ് ഊർജം എന്ന പദം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. നമുക്കറിയാം യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് നല്ല ഊർജ്ജമല്ലേ. ഇപ്പം ഞാൻ യങ്ങായിരുന്ന വ്യക്തിയാണ്. എങ്ങല്ലേടാ? അതെ. ഓക്കെ, നിങ്ങളൊക്കെ യങ്ങായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് എനർജി കൂടുതലല്ലേ? അപ്പോൾ യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് എനർജി കൂടുമെന്ന് ഓർത്താൽ മതി. മനസ്സിലായില്ലേ? യങ്ങായിട്ടുള്ള ആൾക്കാർക്ക് എനർജി കൂടും. ഓക്കെ എന്ന് ഓർത്താൽ. അപ്പോൾ തോമസ് യങ് ആണ് എനർജി എന്ന പദം അതിൽ ഉപയോഗിച്ചത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ തോമസ് യങ് കണ്ടുപിടിച്ച വേറൊരു കാര്യമുണ്ട്. എന്താണ്? പ്രൈമറി കളേഴ്സിനെ കണ്ടെത്തിയത് ആരാണ്? തോമസ് യങ് ആണ്. പ്രൈമറി കളേഴ്സ് ഇദ്ദേഹത്തിന് വേറെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഊർജ്ജം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. അതുപോലെ പ്രൈമറി കളേഴ്സിനെ കണ്ടെത്തിയത് ആരാണ്? തോമസ് യങ് ആണ്. നമ്മൾ SCRT പറയുന്ന ഒരു ചോദ്യമാണ് ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം. ഡിസംബർ 14. സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഊർജ്ജ സംരക്ഷണ ദിനം ഏതാണ് പിള്ളേരെ? ഡിസംബർ 14 ഊർജ്ജ സംരക്ഷണ ദിനം. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷം മനസ്സിലായല്ലോ. ഏത് വർഷമാണ്? 2005. അങ്ങനെയാണെങ്കിൽ ഈ രസതന്ത്ര വർഷം ഏതാ? 2011 രസതന്ത്ര വർഷം. ജൈവ വൈവിധ്യ വർഷം ഏതാ? ജൈവ വൈവിധ്യ വർഷം 2010 കേട്ടോ. ഈ 3 ഓർത്തോണം. ജൈവ വൈവിധ്യം 2010, രസതന്ത്രം 2011. ഓക്കെ, ഭൗതികശാസ്ത്രം ഫിസിക്സ് അല്ലെങ്കിൽ ഊർജ്ജതന്ത്രം ഏത് വർഷമാണ്? ഇത് 3 ഒന്നാണ്. ഊർജ്ജതന്ത്രം, ഭൗതികശാസ്ത്രം, ഫിസിക്സ് ഇത് 3 ഒന്നാണ് പിള്ളേരെ. ഒന്നാണ്. ഓക്കെ, രസതന്ത്രം കെമിസ്ട്രി. ഈ രസതന്ത്രത്തിന്റെ പഴയ പേരറിയോ? കെമിസ്ട്രിയുടെ പഴയ പേര്, ഓൾഡ് പേര് ആർക്കും പറയാം? ആൽക്കമി. ബ്രില്യൻ മോനെ, ആൽക്കമി. ഓക്കെ, ശരി. ജോബിനുണ്ട് എന്തുമാത്രം ശേഖരം കിട്ടുമെന്ന് അറിയായിരുന്നു ജോബിന്. ജോബിന് ഇന്ന് കറങ്ങാൻ പോയിക്കുന്നു പ്രസവമായതുകൊണ്ട്. ഓക്കെ, ഇന്ന് പൊളിക്കും. അത് പപ്പ വന്നാ
അല്ല അവന്റെ അച്ഛൻ ആസാം റൈഫിൾസിലല്ലേ? അസം റൈഫിൾസാണ്. ആസാം റൈഫിൾസിലാണ് ഈ മാസം 100 വർഷം. 100 വർഷമാണ്. അവന്റെ അച്ഛൻ 50 വർഷമായി. 100 വർഷം. 100 വർഷമല്ലേ ആസാം റൈഫിൾസിന്റെ? അല്ല അവന്റെ അച്ഛൻ 50 വർഷം പ്രായമാണ്. എന്നാലും എന്തൊരു കളി എഴുന്നേ തിരിച്ചടിച്ച് അതിൽ കാര്യമില്ല, അതിൽ കാര്യമില്ല വേണ്ട. ഇദ്ദേഹം ഭയങ്കര മുംബൈ ഇന്ത്യൻസ് ഫാനാണ് കേട്ടോ. അതില് ഞാൻ ചെന്നൈ സൂപ്പർ കിങ്സ്. നിങ്ങളൊക്കെ ഏതിന്റെ ഫാൻസ് ആണ്? ക്രിക്കറ്റ് കാണൂലേടാ നീ? എന്നല്ല നിനക്ക് ധോണി ഇഷ്ടമല്ലേ? എനിക്ക് ധോണി ഇഷ്ടം. അപ്പൊ ഇവനും ചെന്നൈ ഫാനാണ്. ഓക്കെ. പക്ഷേ ഞാൻ പണ്ട് കളി കാണാതിരുന്നപ്പോ മുംബൈ ഇന്ത്യൻസ് ഫാനാണ്. അച്ഛനുണ്ടായിരുന്ന സമയത്ത്. സച്ചിന്റെ പേരിലാണ് എല്ലാവരും മുംബൈ ഇന്ത്യൻസ് സ്നേഹിച്ചു തുടങ്ങിയത്. ഓക്കെ. സച്ചിൻ റിട്ടയർഡ് ആകുന്നതിന് ഞാൻ മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു. സച്ചിൻ റിട്ടയർഡ് ആയപ്പോൾ സ്റ്റെപ്പിൽ ഞാൻ മാറി എങ്ങോട്ട് പോയി? ചെന്നൈയിലോട്ട് പോയി. ഇനി ധോണി റിട്ടയർഡ് ആകുമ്പോൾ ഞാൻ നേരെ RCBയിലോട്ട് പോകും. എനിക്ക് ധോണി ഞാൻ അടുത്ത ഇഷ്ടം കോഹ്ലിയാണ്. ഞാൻ ക്രിക്കറ്റ് കളി കണക്കെ നിർത്തി. സച്ചിൻ പോയതിന് ശേഷം. ഓക്കെ ശരി. അപ്പൊ മനസ്സിലായി. ഊർജ്ജ സംരക്ഷണ ദിനം ഏതാണ് പിള്ളേരെ? ഡിസംബർ 14. എടാ ഈ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14 ആണെങ്കിൽ ഊർജ്ജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പിള്ളേരെ. ആൽബർട്ട് ഐൻസ്റ്റീൻ. ഊർജ്ജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് പിള്ളേരെ? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓക്കെ. ഈ ലാവോസിയ എന്തിന്റെ ഉപജ്ഞാതാവാണ്? മാസ് സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ലാവോസിയ. മാസ് സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് പിള്ളേരെ? ലാവോസിയ. ഊർജ്ജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. മറക്കല്ലേ. ഓക്കെ ശരി. ഊർജ്ജത്തെ പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. മനസ്സിലായില്ലേ? ഊർജ്ജത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുതുതായി സൃഷ്ടിക്കാനോ കഴിയത്തില്ല, നശിപ്പിക്കാനോ കഴിയത്തില്ല. എന്നാൽ ഊർജ്ജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലുള്ള ഊർജ്ജമാക്കി മാറ്റാൻ കഴിയും. ഇതാണ് എന്ത്? ഊർജ്ജ സംരക്ഷണ നിയമം. അതായത് ഊർജ്ജത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല, നശിപ്പിക്കാനും കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഒരു ഊർജ്ജത്തെ ഊർജ്ജ നഷ്ടം കൂടാതെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. ഇതാണെന്ത്? ഊർജ്ജ സംരക്ഷണ നിയമം. പഠിച്ചില്ലേ ഊർജ്ജ സംരക്ഷണ നിയമം? ഒന്ന് പറയാം, എന്താ ഊർജ്ജ സംരക്ഷണ നിയമം? ഊർജ്ജത്തെ നശിപ്പിക്കാനോ നിർമ്മിക്കാനോ പറ്റില്ല. ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് നഷ്ടം കുറച്ച് മാറ്റാം. എന്താ പറയുന്നത്? എടാ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ ഊർജ്ജ നഷ്ടം കൂടാതെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. അതിന് താങ്കൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? ഈ ചാനൽ ചർച്ചയിൽ ചില രാഷ്ട്രീയ നേതാക്കൾ വന്നിട്ട് ഒരു ബന്ധമില്ലാതെ പറയുകയാണെങ്കിൽ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? ഓക്കെ ഇവിടെ പറഞ്ഞത് ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു ഊർജ്ജത്തിനെ ഊർജ്ജ നഷ്ടം കൂടാതെ മറ്റൊരു രൂപത്തിലുള്ള രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. ഇതാണ് എന്ത്? ഊർജ്ജ സംരക്ഷണ നിയമം. ഓക്കെ. അപ്പൊ അതാണ് ആരാണ് അവതരിപ്പിച്ചത്? ആൽബർട്ട് ഐൻസ്റ്റീൻ. അതുപോലെ ദ്രവ്യ സംരക്ഷണ നിയമം അവതരിപ്പിച്ചത് ലാവോസിയാണ്. ലാവോസിയ എന്തിന്റെ പിതാവാണ്? മോഡേൺ കെമിസ്ട്രിയുടെ പിതാവാണ് ലാവോസിയ. മോഡേൺ കെമിസ്ട്രിയുടെ പിതാവാണ് ആര്? ലാവോസിയ. ഇത് മാത്രമല്ല, ഈ സസ്യങ്ങള് ജന്തുക്കളും ശ്വസിക്കുന്നത് ഓക്സിജനാണ് കണ്ടെത്തിയത് ആരാണ്? ലാവോസിയ. നമ്മളൊക്കെ ശ്വസിക്കുന്നത് ഓക്സിജനാണ്. സസ്യങ്ങൾ ശ്വസിക്കുന്നത് എന്താണ്? ഓക്സിജനാണ്. അത് മാത്രമല്ല, ഹൈഡ്രജനും ഓക്സിജനും പേര് കൊടുത്തതും ആരാണ്? ലാവോസിയ. ഹൈഡ്രജനും ഓക്സിജനും പേര് കൊടുത്തതും ആരാണ്? ലാവോസിയാണ് കേട്ടാ. അതുപോലെ ഇദ്ദേഹം കൊല്ലപ്പെട്ടത് ഓപ്പോസിറ്റ്. ഓക്കെ. ഇനി അപ്പം നമ്മളെ ഊർജ്ജത്തെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റൂലെന്ന് പറഞ്ഞു. പക്ഷേ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. നമുക്ക് കുറച്ച് ഊർജ്ജത്തെ അങ്ങോട്ട് മാറ്റിയല്ലോ. ഓക്കെ. നമുക്ക് ആദ്യം പ്രകാശ സംശ്ലേഷണത്തിൽ എന്ത് ഊർജ്ജം മാറ്റാൻ നടക്കുന്നത്? പ്രകാശോർജ്ജം എന്തായി മാറും പിള്ളേരെ? രാസോർജ്ജം. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന സാധനങ്ങളാണ്. പ്രകാശോർജ്ജം എന്തായി മാറ്റം? രാസോർജ്ജമായി മാറും. ഞാനിത് 10-20 അടുപ്പിച്ചുണ്ട്. ഇത്ര ഞാൻ പറഞ്ഞു തന്നിട്ട് ഞാൻ ഒരാളെ കൊണ്ട് പറയിപ്പിക്കുക, അയാൾ ഷൈൻ ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായില്ലേ? അകത്തിരിക്കുന്ന ഒരാളും ഷൈൻ ചെയ്യും, വീട്ടിലിരിക്കുന്ന ഒരാൾ, നിങ്ങൾ രണ്ടൊരാൾ ഷൈൻ ചെയ്യും, വെളിയിലിരിക്കുന്ന ഒരാളും ഷൈൻ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആളും ചിലപ്പോൾ ഷൈൻ ചെയ്യും. ഓക്കെ, നമ്മൾ കണ്ടുകാണിക്കുകയാണ്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൽ എന്താ പിള്ളേരെ? പ്രകാശോർജ്ജം രാസോർജ്ജമായി മാറും. പ്രകാശോർജ്ജം എന്തായി മാറും? രാസോർജ്ജമായി മാറും. നിങ്ങൾ ഡൈനാമോ എന്ന് കേട്ടുണ്ടോ? ഡൈനാമോ എന്താ സംഭവിക്കുന്നത്? ഡൈനാമോ എന്ന് വെച്ചാൽ നമ്മൾ ഈ സൈക്കിളിന്റെ മെയിനായിട്ട് നമുക്ക് ഓർമ്മ സാധനമാണ്. സൈക്കിളിന്റെ ടയറിൽ നമ്മളിങ്ങനെ ഘടിപ്പിച്ച് വയ്ക്കും. അപ്പം നമ്മൾ സൈക്കിൾ ചവിട്ടി പോകുന്ന സമയത്ത് ഡൈനാമോ കറങ്ങുകയും അതിൽ നിന്നൊരു വൈദ്യുതി ഉണ്ടാവുകയും നമ്മളെ സൈക്കിളിന് ലൈറ്റ് കത്തുകയും ചെയ്യും. ഇതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ. അപ്പോൾ ഡൈനാമോ എന്ന് വെച്ചാൽ ഒരു യന്ത്രമാണ് അല്ലേ? ആ യന്ത്രത്തിൽ ഒരു ഊർജ്ജം ഉണ്ടാവും. അതുവഴി ആ ഊർജ്ജം എന്തായി മാറും? വൈദ്യുത ഊർജ്ജമായി മാറും. അപ്പം യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. ഓക്കെ. അപ്പോൾ ഡൈനാമോ, യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. ഓക്കെ. വൈദ്യുത ജനറേറ്റർ എന്താണ്? ജനറേറ്റർ നമുക്കറിയാം. നമ്മളെ വീട്ടിൽ കറണ്ട് പോണ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ജനറേറ്റർ അല്ലേ? അപ്പോൾ അതൊരു യന്ത്രമാണ്.
അത് യന്ത്രമാണ്. ആ യാന്ത്രികോർജ്ജം എന്തായി മാറും? അത് വൈദ്യോർജ്ജമായി. അപ്പൊ ഡൈനാമോ ആയാലും വൈദ്യുത ജനറേറ്റർ ആയാലും എന്താണ് സംഭവിക്കുന്നത്? യാന്ത്രികോർജ്ജം രൂപപ്പെടുകയാണ്. യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമായി മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത് വിൻഡ് മില്ല്. വിൻഡ് മില്ല് കാറ്റാടി അതെന്ത് സംഭവിക്കുന്നത്? അത് കാറ്റടിച്ച് ആ ഒരു വിൻഡ് മില്ലിൽ ആ ഒരു സാധനം കറങ്ങുന്ന സമയത്ത് എന്ത് രൂപപ്പെടും ഇവിടെ? യാന്ത്രികോർജ്ജമല്ല, യാന്ത്രികോർജ്ജം എന്തായി മാറും? വൈദ്യോർജ്ജമായി മാറും. മനസ്സിലായി? യന്ത്രം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം. ആ യാന്ത്രികോർജ്ജം എന്തായിട്ടാണ് മാറുന്നത്? വൈദ്യോർജ്ജമായിട്ടാണ് മാറുന്നത് കേട്ടോ. ഓക്കെ. അടുത്ത് ഇലക്ട്രിക് ഫാനിൽ എന്താ സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം എന്തായി മാറും? യാന്ത്രികോർജ്ജമായി മാറും. ഈ മൂന്നെണ്ണം മറക്കരുത്. ഡൈനാമോ യാന്ത്രികോർജ്ജം, വൈദ്യോർജ്ജമായി. ഡൈനാമോ യന്ത്രമല്ലേ, അത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന യാന്ത്രികോർജ്ജം എന്തായി മാറുന്നു? വൈദ്യോർജ്ജമായി മാറുന്നു. രണ്ടാമത്തത് വൈദ്യുത ജനറേറ്റർ, കറണ്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ജനറേറ്റർ, അതിലും യാന്ത്രികോർജ്ജം എന്തായാണ് മാറുന്നത്? വൈദ്യോർജ്ജമായി മാറുന്നത്. മൂന്നാമത്തത് വിൻഡ് മില്ല്. വിൻഡ് മില്ല് എന്താ സംഭവിക്കുന്നത്? ആ യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നു. ഇലക്ട്രിക് ഫാൻ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജം. നമ്മൾ സ്വിച്ച് ഇടുമ്പം വൈദ്യുതി വരുന്നു, വൈദ്യുതി ആ ഫാനിലേക്ക് എത്തുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഒരു യാന്ത്രികോർജ്ജം എന്തായി മാറുന്നു? വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? യാന്ത്രികോർജ്ജമായി മാറുന്നു. ഓക്കെ. ഇലക്ട്രിക് മോട്ടോറിലാണെങ്കിലാ, മോട്ടോർ നമ്മൾ വെള്ളം അടിക്കുന്ന മോട്ടോർ നമ്മൾ സ്വിച്ച് ഇടുമ്പോഴല്ലേ, അപ്പം വൈദ്യോർജ്ജം എന്തായി മാറുന്നു? യാന്ത്രികോർജ്ജമായി മാറുന്നു. ഓക്കെ. ഇലക്ട്രിക് മോട്ടോറിലും വൈദ്യോർജ്ജം എന്തായി മാറുമ്പോഴല്ലേ? യാന്ത്രികോർജ്ജമായി മാറും. ഓക്കെ. സോളാർ സെല്ല് പറ. പ്രകാശോർജ്ജം അല്ല, സൗരോർജ്ജം. മറക്കരുത്, ഒരു സാധനം തെറ്റിയാ പോയി, ഉത്തരം തെറ്റി. സൗരോർജ്ജം എന്തായി മാറും പിള്ളേരെ? വൈദ്യുതോർജ്ജമായി മാറും. സൗരോർജ്ജം എന്തായി മാറും? വൈദ്യുതോർജ്ജം. അപ്പൊ സോളാർ സെല്ലില് സൗരോർജ്ജം എന്തായി മാറും? വൈദ്യുതോർജ്ജമായി മാറും. ഓക്കെ. നമുക്ക് സോളാർ വന്നിട്ട് പിന്നെ എന്ത് ഓർമ്മ വേണം? ഇലക്ട്രിക് ബെൽ. വൈദ്യുതോർജ്ജം, ശബ്ദോർജ്ജം. ബെല്ലിടുന്ന സമയത്ത് അവിടെ ഒരു വൈദ്യുത സ്പാർക്ക് ഉണ്ടായിട്ട് അതിൽ നിന്നാണ് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അപ്പൊ ഇലക്ട്രിക് ബെല്ല് എന്താണ്? വൈദ്യോർജ്ജം, ശബ്ദോർജ്ജമായി മാറും. ലൗഡ് സ്പീക്കറോ? വൈദ്യോർജ്ജം, ശബ്ദോർജ്ജമായി മാറും. അപ്പൊ ലൗഡ് സ്പീക്കറിലും വൈദ്യോർജ്ജം എന്തായി മാറും? ശബ്ദോർജ്ജമായി മാറും. ഓക്കെ. ഇലക്ട്രിക് ഓവൻ അല്ലെങ്കിൽ ടോസ്റ്റർ. ഓക്കെ. വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറണം. വൈദ്യുതോർജ്ജം എന്തായി മാറും? താപോർജ്ജം. ഈ ഇലക്ട്രിക് ഓവൻ നമുക്കറിയാം. ഈ ടോസ്റ്റർ എന്താണെന്നറിയാമോ? ടോസ്റ്റർ, ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ടോസ്റ്റർ കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് രണ്ടിലും എന്താ സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം എന്തായി മാറും? ഇലക്ട്രിക് എനർജി എന്തായി മാറും? ഹീറ്റ് എനർജി ആയിട്ട് മാറും. മനസ്സിലായില്ലേ? ഈ രണ്ടെണ്ണത്തിലും. മനസ്സിലായല്ലോ? ഓക്കെ. ഈ ഓവൻ അത് ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കാൻ, ആവി കയറ്റി വേവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഓവൻ? അങ്ങനെയല്ലേ? ചൂട് നിലനിർത്തില്ല, ആവി കയറ്റി വേവിക്കല്ലേ ചെയ്യുന്നത്? മൈക്രോവേവ് അല്ലേ ഇതല്ലല്ലോ, വേറെ ഒന്നുമല്ല. വേവ് വെച്ചാണ് ചൂടാക്കുന്നത്, മൈക്രോവേവ് വെച്ച്. അത് നീ കേക്കൊക്കെ ഉണ്ടാക്കണ അല്ലല്ലേ? ഓവൻ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് മൈക്രോവേവ് ഓവനിൽ സംഭവിക്കുന്നത്? നീ അത് നോക്കണ്ട. ഓക്കെ. മതി. ഇനി ഞാൻ അത് വെച്ചോണ്ടിരിക്കും. നീ ഈ പെസഹ വേഴത്തിന് ഇംഗ്ലീഷ് അറിയോടെ? പെസഹ വേഴത്തിന് ഇംഗ്ലീഷ് പറഞ്ഞു പറ. പെസഹ വേഴത്തിന് ഇംഗ്ലീഷ് മൗണ്ടി തേസ്റ്റ്. നീ ഓക്കെ. എടാ, അപ്പൊ ഇലക്ട്രിക് ഓവനിലും ടോസ്റ്ററിലും എന്താ സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം എന്തായി മാറും പിള്ളേരെ? താപോർജ്ജമായി മാറും. അവിടെ ചൂടാണ് ഉണ്ടാവണത് കേട്ടോ. ഇലക്ട്രിക് ഹീറ്റർ. ബുദ്ധി ഉണ്ടെങ്കിൽ പറ. പേരുണ്ടല്ലോ ഹീറ്റർ എന്ന്. പിന്നെ എന്തിനാണ് സംസാരിക്കുന്നത്? വൈദ്യോർജ്ജം, താപോർജ്ജം. അയൺ ബോക്സ് പറ. അയൺ ബോക്സ്. വൈദ്യോർജ്ജം, താപോർജ്ജം. അയൺ ബോക്സ്, വൈദ്യോർജ്ജം, താപോർജ്ജം. ഇലക്ട്രിക് ബൾബ് പറ. ഇലക്ട്രിക് ബൾബിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, വൈദ്യുതോർജ്ജം, പ്രകാശോർജ്ജം മാത്രമല്ല താപോർജ്ജം ഉണ്ടാവും. ഇലക്ട്രിക് ബൾബ് കത്തുമ്പോൾ ഒരു ചൂടുണ്ടാവത്തല്ലേ? ഉണ്ടാവും. ഓക്കെ. അപ്പം ഇലക്ട്രിക് ബൾബിൽ എന്താ സംഭവിക്കുന്നത്? വൈദ്യോർജ്ജം, പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറും. ഓക്കെ. അടുത്ത ടെലിവിഷനിൽ എന്താ സംഭവിക്കുന്നത്? ടെലിവിഷനില് വൈദ്യുതോർജ്ജം എന്തൊക്കെയായി മാറുന്നിട്ട് കഴിഞ്ഞാൽ ടി വി എന്തൊക്കെ വരും? പ്രകാശം വരും, ശബ്ദം വരും, ചൂടും വരും, താപം വരും. ഓക്കെ. അപ്പൊ ടെലിവിഷനിൽ സംഭവിക്കുന്നത് വൈദ്യുതോർജ്ജം, ശബ്ദോർജ്ജവും, പ്രകാശോർജ്ജവും, താപോർജ്ജം. എന്താണ് നമുക്ക് കിട്ടുന്നത് നോക്കിയത്? അപ്പോൾ നമുക്ക് മനസ്സിലായി. അയൺ ബോക്സ് നമുക്കറിയാം, സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് ചൂടാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ പറ്റും. അപ്പോഴെന്താണ്? വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറും. മനസ്സിലായി? ഇലക്ട്രിക് ബൾബിടുന്ന സമയത്ത് ലൈറ്റും കത്തും ചെറിയ ചൂടും ഉണ്ടാവും ഇല്ലേ? അപ്പം ഇലക്ട്രിക് ബൾബിൽ വൈദ്യുതോർജ്ജം, പ്രകാശോർജ്ജവും, താപോർജ്ജമായി മാറും. ഓക്കെ. ടി വിയുടെ സമയത്ത് ശബ്ദമുണ്ട്, പ്രകാശമുണ്ട്, താപമുണ്ട്. അപ്പം എന്തൊക്കെ? വൈദ്യുതോർജ്ജം, ശബ്ദോർജ്ജവും, പ്രകാശോർജ്ജവും, താപോർജ്ജവുമായി മാറും. ഓക്കെ. ഹെയർ ഡ്രയർ.
വൈദ്യുതോർജ്ജം, ഹെയർ ഡ്രയർ എന്തൊക്കെ സംഭവിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ യാന്ത്രികോർജ്ജവും താപോർജ്ജവും. വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറും, താപോർജ്ജമായി മാറും, ഗതികോർജ്ജമായി മാറും. മനസ്സിലായി എന്തൊക്കെയുള്ള പല ഹെയർ ഡ്രയർ നമ്മൾ ഈ മുടി പിടിക്കുന്നതല്ല, മുടി ഇങ്ങനെ നമ്മളിങ്ങനെ മറ്റേ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഡ്രയർ. ഹെയർ ഡ്രയറിൽ വൈദ്യുതോർജ്ജം എന്തൊക്കെയായി മാറും പിള്ളേരെ? ശബ്ദോർജ്ജം, താപോർജ്ജം, ഗതികോർജ്ജം. മനസ്സിലായോ? ശബ്ദോർജ്ജം, താപോർജ്ജം, ഗതികോർജ്ജം ഒക്കെ ആയിട്ട് മാറും കേട്ടോ. അടുത്ത് മിക്സി, വൈദ്യുതോർജ്ജം, മിക്സി കറങ്ങുന്ന സാധനമുണ്ട്. ഈ കറങ്ങുന്ന സാധനമല്ല യാന്ത്രികോർജ്ജം ഉണ്ടാകുന്ന ഓർത്തത്. ഇപ്പോൾ ഇലക്ട്രിക് ഫാന് കറങ്ങുന്ന സാധനമാണ്, അവിടെ യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ കറങ്ങുന്ന സാധനമാണ്, അവിടെ യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നുണ്ട്. മിക്സി കറങ്ങുന്ന സാധനമാണ് അല്ലേ, മിക്സി കറങ്ങുന്ന സാധനം അവിടെ എന്തുണ്ടാകുന്നുണ്ട്? യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം പ്രകാശം ഉണ്ടോ? മിക്സി ഉണ്ടോ? നമ്മളെ വീട്ടിൽ പഴയ മിക്സി ഉണ്ടായിരുന്നു, അത് എപ്പോൾ ഇട്ടാലും ഇത് കത്ത് വരുന്നത്, അടിച്ചു പോയത്. ഓക്കെ ശരി. പക്ഷേ യഥാർത്ഥ മിക്സിക്ക് ഇല്ല, അവിടെ എന്തൊക്കെയുള്ളൂ? യാന്ത്രികോർജ്ജം. ശബ്ദമുണ്ട്, താപമുണ്ടോ? താപമുണ്ട്. അപ്പം യാന്ത്രികോർജ്ജം, താപോർജ്ജവും ശബ്ദോർജ്ജമായി മാറും മിക്സിയിൽ. അപ്പം യാന്ത്രികോർജ്ജം എന്തൊക്കെയായി മാറുമ്പോഴല്ലേ? താപോർജ്ജവും ശബ്ദോർജ്ജവും ആയി മാറും. ഏതില്? മിക്സിയിൽ. ഓക്കെ. ഗ്യാസ് സ്റ്റൗ പറയണം. ഗ്യാസ് സ്റ്റൗ ആര് പറയും? ഗ്യാസ് സ്റ്റൗവില് രാസോർജ്ജമാണ്. രാസോർജ്ജം എന്തൊക്കെയായിട്ട് മാറും? പ്രകാശോർജ്ജവും താപോർജ്ജവുമായി മാറും. ഗ്യാസ് സ്റ്റൗവില് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഒരു രാസോർജ്ജമാണ് അല്ലേ? ഈ രാസോർജ്ജം എന്തൊക്കെയായിട്ട് മാറും? താപോർജ്ജവും പ്രകാശോർജ്ജവുമായി മാറും. താപോർജ്ജവും പ്രകാശോർജ്ജവുമായി മാറും. സ്റ്റീം എഞ്ചിനിൽ എന്താ സംഭവിക്കുന്നത്? സ്റ്റീം എഞ്ചിനിൽ രാസോർജ്ജം, എന്തോർജ്ജം? രാസോർജ്ജം, താപോർജ്ജവും യാന്ത്രികോർജ്ജവുമായി മാറും. ഓക്കെ. സ്റ്റീം എഞ്ചിനിൽ എന്താ സംഭവിക്കുന്നത്? രാസോർജ്ജം, താപോർജ്ജവും യാന്ത്രികോർജ്ജം. എഞ്ചിനാണ്, എഞ്ചിൻ ഞാൻ പറഞ്ഞില്ല, കറങ്ങി പ്രവർത്തിക്കുന്ന സാധനമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാം യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ കറങ്ങി പ്രവർത്തിക്കുന്ന സാധനങ്ങളെല്ലാം എന്തുണ്ടാവുന്നുണ്ട്? എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കറങ്ങി പ്രവർത്തിക്കുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റീം എഞ്ചിനിൽ രാസോർജ്ജം, താപോർജ്ജവും യാന്ത്രികോർജ്ജവുമായി മാറുന്നു. ഓക്കെ. അപ്പോൾ അത് മറക്കരുത്. ബാറ്ററിയാ? രാസോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നുണ്ട്. ബാറ്ററിയിൽ രാസോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നുണ്ട്. മൈക്രോഫോണിൽ എന്താ സംഭവിക്കുന്നത്? ഇതൊരു മൈക്രോഫോണാണ്. ഈ മൈക്രോഫോണിൽ ശബ്ദോർജ്ജം എന്തായി മാറും? വൈദ്യോർജ്ജമായി മാറും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് പഠിച്ചത്. ഇത് ഞാൻ ഒരാളെ ചോദിക്കും, ആൾ പറഞ്ഞ് ഷൈൻ ചെയ്യും. ഓക്കെ. ഞാൻ ഒന്ന് ഫുള്ള് പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ കൂടെ പറഞ്ഞോണേ. പ്രകാശ സംശ്ലേഷണത്തില് പ്രകാശോർജ്ജം, രാസോർജ്ജം. ഡൈനാമോയില് യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. വൈദ്യുത ജനറേറ്ററില് യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. വിൻഡ് മില്ലില് യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. ഓക്കെ. ഇലക്ട്രിക് ഫാനില് വൈദ്യുതോർജ്ജം, യാന്ത്രികോർജ്ജം. ഇലക്ട്രിക് മോട്ടോറില് വൈദ്യുതോർജ്ജം, യാന്ത്രികോർജ്ജം. ഓക്കെ. അടുത്തത് സോളാർ സെല്ലില് സൗരോർജ്ജം, വൈദ്യുതോർജ്ജം. ഓക്കെ. ഇലക്ട്രിക് ബെല്ലില് വൈദ്യുതോർജ്ജം, ശബ്ദോർജ്ജം. ലൗഡ് സ്പീക്കറില് വൈദ്യുതോർജ്ജം, ശബ്ദോർജ്ജം. ഇലക്ട്രിക് ഓവനിലും ടോസ്റ്ററിലും വൈദ്യുതോർജ്ജം, താപോർജ്ജം. ഇലക്ട്രിക് ഹീറ്ററില് വൈദ്യുതോർജ്ജം, താപോർജ്ജം. അയൺ ബോക്സില് വൈദ്യുതോർജ്ജം, താപോർജ്ജം. അയൺ ബോക്സ് പറഞ്ഞല്ലേ. ഇലക്ട്രിക് ബൾബില് വൈദ്യുതോർജ്ജം, പ്രകാശോർജ്ജവും താപോർജ്ജവും. ടെലിവിഷനില് ടെലിവിഷനില് വൈദ്യുതോർജ്ജം, ശബ്ദോർജ്ജം, പ്രകാശോർജ്ജം, താപോർജ്ജം. ഓക്കെ. ഹെയർ ഡ്രയറില് വൈദ്യോർജ്ജം, ശബ്ദോർജ്ജം ഉണ്ടാകുന്നുണ്ട്, താപോർജ്ജം ഉണ്ടാകുന്നുണ്ട്, ഗതികോർജ്ജം ഉണ്ടാകുന്നു. അപ്പോൾ ഹെയർ ഡ്രയറിൽ എന്തൊക്കെ ഉണ്ടാകുന്ന പിള്ളേരെ? വൈദ്യോർജ്ജം, ശബ്ദോർജ്ജം, ഗതികോർജ്ജം. ഗതികോർജ്ജം എന്താണ്? ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് ഏത്? ഗതികോർജ്ജം. ഓക്കെ. ശരി. അടുത്ത് മിക്സി. വൈദ്യോർജ്ജം, യാന്ത്രികം, ശബ്ദം, താപം. ഓക്കെ. അടുത്ത് ഗ്യാസ് സ്റ്റൗ. രാസോർജ്ജം, താപോർജ്ജവും, പ്രകാശോർജ്ജവും. ഓക്കെ. സ്റ്റീം എഞ്ചിൻ രാസോർജ്ജവും, താപോർജ്ജവും, യാന്ത്രികോർജ്ജവും. ഓക്കെ. ബാറ്ററി രാസോർജ്ജം, വൈദ്യോർജ്ജം. ഓക്കെ. രാസോർജ്ജം വൈദ്യോർജ്ജമായി മാറും. വൈദ്യോർജ്ജമായി. മൈക്രോഫോൺ ശബ്ദോർജ്ജം, വൈദ്യോർജ്ജം. ഓക്കെ. അപ്പം ഞാൻ ഇത് ഒരാളോട് ചോദിക്കാൻ പോവുകയാണ്. അതായത് നിങ്ങൾ ഇവരിലൊരാൾ സ്വയം ഏറ്റെടുത്ത് പറയും. നിങ്ങളും അതുപോലെ കൂടെ പറയാൻ ശ്രമിക്കുക. ഒന്ന് പൗസ് ഇട്ടോ, പഠിച്ചോ. ആരാണ് ഇത് പറഞ്ഞ് ഷൈൻ ചെയ്യാൻ പോണത്? ഫുള്ള് പറഞ്ഞ് നീ ഷൈൻ ചെയ്യാം. പാപത്ര ഒതുക്കോ. പ്രകാശ സംശ്ലേഷണം. പ്രകാശോർജ്ജം, രാസോർജ്ജം. ഡൈനാമോ, യാന്ത്രികോർജ്ജം,
വൈദ്യുതോർജ്ജം. ഓക്കെ, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം. വൈദ്യുത ജനറേറ്റർ, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം. വിൻഡ് മില്ല്, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം. ഇലക്ട്രിക് ഫാൻ, ഫാൻ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജം. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജം. ഇലക്ട്രിക് മോട്ടോർ, വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജം. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജം. സോളാർ സെല്ല്, സൗരോർജ്ജം വൈദ്യുതോർജ്ജം. സൗരോർജ്ജം വൈദ്യുതോർജ്ജം. ഇലക്ട്രിക് ബെല്ല്, വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജം. വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജം. ലൗഡ് സ്പീക്കർ, വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജം. വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജം. ഇലക്ട്രിക് ഓവൻ അല്ലെങ്കിൽ ടോസ്റ്റർ, വൈദ്യുതോർജ്ജം താപോർജ്ജം. വൈദ്യുതോർജ്ജം താപോർജ്ജം. ഇലക്ട്രിക് ഹീറ്റർ, വൈദ്യുതോർജ്ജം താപോർജ്ജം. വൈദ്യുതോർജ്ജം താപോർജ്ജം. അയൺ ബോക്സ്, വൈദ്യുതോർജ്ജം താപോർജ്ജം. വൈദ്യുതോർജ്ജം താപോർജ്ജം. ഇലക്ട്രിക് ബൾബ്, വൈദ്യുതോർജ്ജം താപോർജ്ജം പ്രകാശോർജ്ജം. താപോർജ്ജം പ്രകാശം. ടെലിവിഷൻ, വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജം താപോർജ്ജം പ്രകാശോർജ്ജം. ശബ്ദോർജ്ജം താപോർജ്ജം പ്രകാശോർജ്ജം. ഹെയർ ഡ്രയർ, ഹെയർ ഡ്രയർ ഗതികോർജ്ജം. വൈദ്യുതോർജ്ജം ഗതികോർജ്ജം ശബ്ദോർജ്ജം താപോർജ്ജം. താപോർജ്ജം. ഓക്കെ. മിക്സി, മിക്സി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും താപോർജ്ജം. ഓക്കെ. യാന്ത്രികോർജ്ജം താപോർജ്ജം ശബ്ദോർജ്ജം. ഓക്കെ. ഗ്യാസ് സ്റ്റൗ, ഗ്യാസ് സ്റ്റൗ രാസോർജ്ജം താപോർജ്ജം പ്രകാശോർജ്ജം. രാസോർജ്ജം താപോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. ബാറ്ററി, ബാറ്ററി രാസോർജ്ജം വൈദ്യുതോർജ്ജം. രാസോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. മൈക്രോഫോൺ, മൈക്രോഫോൺ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജം. ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു. ഓക്കെ, അദ്ദേഹം പുള്ളി പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് അടുത്ത എന്താ പരീക്ഷ നടത്താണല്ലേ ഇന്നലത്തെ എൻ്റെ. ഓക്കെ ശരി. ആ PDF ഒന്ന് അയച്ച് ഡെപ്പോസിറ്റ്. ഇവിടെ പരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, 10 മാർക്ക് വാങ്ങണം. നിങ്ങൾ ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, നോക്കാം. ശരി. 10 മാർക്ക് വാങ്ങാത്തവർ ഇവിടെ തണ്ണിമത്തം മാച്ചിട്ടുണ്ട് വരും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഓക്കെ, ചോദ്യം ഘടിപ്പിക്കുക, എന്നാലേ തണ്ണിമത്തം കിട്ടാത്തുള്ളൂ. ഒന്നാം ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്, സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്. രണ്ടാമത്തെ ചോദ്യം, MBBS പഠനം ഹിന്ദി ഭാഷയിലാക്കിയ ആദ്യ സംസ്ഥാനം. MBBS പഠനം ഹിന്ദി ഭാഷയിലാക്കിയ ആദ്യ സംസ്ഥാനം. മൂന്നാം ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ ആമുഖത്തിൻ്റെ ശില്പി. ഭരണഘടനാ ആമുഖത്തിൻ്റെ ശില്പി. നാലാമത്തെ ചോദ്യം, സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ 5 എണ്ണം എഴുതുക. സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ 5 എണ്ണം എഴുതുക. 5 എണ്ണം എഴുതുക. സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ 5 എണ്ണം എഴുതുക. ഓക്കെ, എഴുതി കാണുമല്ലോ. ഇത് 4 ക്വസ്റ്റ്യനല്ലേ ആയത്? 5ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്ന വർഷവും സ്ഥലവും. കേരളത്തിൽ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്ന വർഷവും സ്ഥലവും. അടുത്ത 6ാം ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതി. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതി. 7ാമത്തെ ചോദ്യം, മഹിളാ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെ? മഹിളാ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെ? മഹിളാ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെ? ഓക്കെ, എത്ര ക്വസ്റ്റ്യനായി? 8ാം ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകൾ ആരൊക്കെ? തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതകൾ ആരൊക്കെ? എഴുതിയല്ലോ. 8 ക്വസ്റ്റ്യനായില്ലേ? 9ാമത്തെ ചോദ്യം, തോൽവിറക് സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? തോൽവിറക് സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? തോൽവിറക് സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? എഴുതിയല്ലോ. ഓക്കെ. 10ാമത്തെ ചോദ്യം, സൂറത്ത് പിളർപ്പ് സമയത്തെ INC പ്രസിഡന്റ് ആരാണ്?
സൂറത്ത് പിളർപ്പ് സമയത്തെ INC പ്രസിഡന്റ് ആരാണ്? സൂറത്ത് പിളർപ്പ് സമയത്തെ INC പ്രസിഡന്റ് ആരാണ്? ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, ഒരു സാധനം എഴുതാം. ഏതാ എഴുതാനുള്ള പോയിന്റ്? അവര് നാളെ അഞ്ചാത്ത നമ്മുടെ സ്ത്രീകളുടെ പ്രവർത്തനമല്ലേ? തണ്ണിമത്തൻ വീണടേ, തണ്ണിമത്തൻ ഇപ്പം വീഴോടേ. നിന്റെ പൈസ തണ്ണിമത്തം വാങ്ങിയാണ് ഓക്കെ, തോറ്റ ഒരെണ്ണം തെറ്റിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ടുപോയി ഞാൻ തെറ്റിടും. ഓക്കെ, അറിയാതെ സമയം കഴിഞ്ഞ ടൈം അപ്പ്. ഇങ്ങോട്ട് എന്നില്ലേട്ടാ, ടൈം അപ്പ്. അപ്പോൾ തണ്ണിമത്തൻ ഉള്ള പൈസ ഇവിടെ ആയി. ഇവിടെ എളുപ്പം. ഓക്കെ, ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കുളത്തൂപ്പുഴ. ഓക്കെ, MBBS പഠനം ഹിന്ദി ഭാഷയിൽ ആദ്യത്തെ സംസ്ഥാനം മധ്യപ്രദേശ്. ഭരണഘടനാ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഓക്കെ, എന്തൊക്കെയായിരുന്നു സ്ത്രീകൾ നേതൃത്വം കൊടുത്തത്? വിദേശ വസ്തുക്കൾ ബഹിഷ്കരണം, ഖാദി പ്രചരണം, മദ്യശാല പിക്കറ്റിംഗ്, ഹരിജനോദ്ധരണം, ഐത്തോച്ചാടനം. ഓക്കെ, എല്ലാം എഴുതാത്തതുകൊണ്ട് അതിൽ ഉപയോഗിക്കാൻ അതിന് മാർക്ക് ലഭിച്ചിട്ടില്ല. ഓക്കെ, ശരി. അടുത്ത് ആദ്യത്തെ മഹിളാ സമ്മേളനം 31 വടകര. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് കുടുംബശ്രീ. ഓക്കെ, ഇനി ആരൊക്കെയാണ് വനിതാ സമ്മേളനം നേതൃത്വം കൊടുത്തതെന്ന് കഴിഞ്ഞാൽ ആനി മസ്കറിൻ, അക്കമ്മ ചൊറിയണോ, ഞാൻ ഇത് കാണിച്ചു തരാം കഴിഞ്ഞോട്ടെ. അക്കമ്മ ചെറിയാൻ, AV കുട്ടിമാള അമ്മ. ഓക്കെ, അടുത്ത് തിരുവിതാംകൂർ ദേശീയ പ്രക്ഷോഭം നേതൃത്വം കൊടുത്ത വനിതകൾ ആരൊക്കെയാ? ആനി മസ്കറിൻ, അക്കമ്മ ചെറിയാൻ. ഓക്കെ, ശരി. അടുത്ത് ആരാണ് തോൽവർഗ സമരം നേതൃത്വം കൊടുത്തത്? എം കാർത്തിയായനി അമ്മ കേട്ടോ, എം കാർത്തിയായനി അമ്മ. INA അല്ലല്ലോ നമ്മൾ ചോദിച്ചത്. സൂററ്റ് പിളർപ്പിന്റെ സമയത്ത് ANC പ്രസിഡന്റ് രാജ് ബിഹാരി ഘോഷ്. ഓക്കെ, അതിൽ 9 മാർക്ക് ലഭിച്ചിട്ടുള്ളൂ. ഓക്കെ, ശരി. നിനക്ക് എത്ര മാർക്കടാ? 10. അപ്പോൾ അവിടെ തന്നെ മതിയല്ലേ, കൺഗ്രാറ്റ്സ്. ഓക്കെ, ശരി. അവിടെ 10 ഉണ്ട്, സുബിന് 10 ഉണ്ട്. ഓക്കെ, അവിടെ അപർണയ്ക്ക് 10. ഇവിടെ രേഷ്മ 8 ഉള്ളൂ. അപ്പം ചേച്ചിയും അനിയനും കൂടെ എന്ത് ചെയ്യുക, ഒരു തണ്ണിമത്തം സ്പോൺസർ ചെയ്യുക. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ രണ്ടുപേര് പരീക്ഷയ്ക്ക് ഫുൾ മാർക്കില്ലാത്തതുകൊണ്ട് ഇവരെ കൊണ്ട് നമ്മൾ തണ്ണിമത്തം വാങ്ങിക്കാൻ പോവുകയാണ്. ആ തണ്ണിമത്തത്തിന് കഴിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഇവിടെ വാങ്ങും. ഓക്കെ, ശരി. അപ്പോൾ നാളെ റിവിഷൻ ക്ലാസ് ഉണ്ടാകത്തില്ല. നാളെ നമുക്കിപ്പം ദുഃഖ വെള്ളി ആയതുകൊണ്ട് ഇവിടെ അവധിയാണ്. നാളെ റിവിഷൻ ക്ലാസ് ഉണ്ടാകത്തില്ല. പകരം ഞാനൊരു ക്ലാസ് വീഡിയോ ചെയ്തിടും. ഓക്കെ, ഗ്ലൂക്കോസിൻ്റെ ക്രമീകരണം എന്ന് പറഞ്ഞിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് നാളെ ചെയ്തിടും. അപ്പോൾ നാളെ ഇടിച്ചിട്ട് ഓക്കെ, അപ്പം എല്ലാവർക്കും എന്താ, എല്ലാവർക്കും ബൈ. അടുത്ത ശനിയാഴ്ച. ഓക്കെ, അത്